അവളിപ്പോൾ നമ്മളുടെ പഴയ ആനി അല്ലെന്നും അവൾ സിസ്റ്റർ ആനി ഫിലിപ്പ് ആണെന്നും അവൾ അവനെ അറിയിച്ചു. ഇത് കേട്ട അവൻ തന്നെ വിളിച്ചതും സംസാരിച്ചതും ഏത് ആനിയാണെന്നോർത്ത് ആകെ വിഷമത്തിലായി. പിന്നെ അവൻ തൻ്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ആനിയുടെ നമ്പർ എടുത്ത് ഒരിക്കൽ കൂടി അവളെ വിളിക്കുവാനായി തീരുമാനിച്ചു. പക്ഷേ ആ ഫോണിലെങ്ങും അവളുടെ നമ്പർ കണ്ടതേയില്ല. അവന് വീണ്ടും ടെൻഷനായി. അവൻ അല്പമെങ്കിലും ആശ്വാസം കിട്ടാൻ വേണ്ടി പണ്ട് കോളേജിൽ അവൻ എപ്പോഴും വന്നിരുന്ന ആ പഴയ തണൽമരച്ചുവട്ടിൽ അവൻ വന്നിരുന്നു. അപ്പോഴേക്കും കോളേജിലെ പ്രിയ മിസ് ഓടി വന്ന് സാറിന് ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞു. മിസ്സിൻ്റെ ഫോൺ ദീപുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. മറുതലയ്ക്കൽ നിന്ന് ആനിയുടെ ശബ്ദം കേട്ട ദീപു ആകെ വിറച്ചു. നീ ഇപ്പോഴും ടെൻഷനിൽ തന്നെയാണോ എന്നും ഇപ്പോഴും ടെൻഷൻ വരുമ്പോൾ നീ ആ പഴയ മരച്ചുവട്ടിൽ വന്നിരിക്കുമല്ലേ എന്ന് ചോദിച്ച് അവൾ പൊട്ടിച്ചിരിച്ചു. ഇത് കേട്ട് ദീപു കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. അപ്പോൾ അവൾ നിന്റെ കൺഫ്യൂഷനെല്ലാം ഞാൻ നമ്മുടെ റിയൂണിയനോട് കൂടി മാറ്റിത്തരാമെന്നും നീ ഇപ്പോൾ റിയൂണിയൻ്റെ കാര്യങ്ങൾ ഓർത്ത് ഹാപ്പി ആയിട്ടിരിക്കൂ എന്നും അവൾ അവനോടായി പറഞ്ഞു. ദീപു എന്തോ അവളോട് ചോദിക്കാൻ വന്നപ്പോഴേക്കും അവൾ ഫോൺ കട്ട് ചെയ്തു. ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ജോഷിയെ വിളിച്ചറിയിക്കുവാനായി അവൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ ജോഷിയുടെ കോൾ ദീപുവിനെ തേടിയെത്തി. നിനക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്നും നീ തിരക്കി നടന്ന നമ്മുടെ ആനിയെയും ഫാമിലിയെയും ഞാൻ ഇന്നലെ ദുബായിലെ ഒരു ഷോപ്പിൽ വെച്ച് കണ്ടെന്നും ഞാൻ അവളോട് നമ്മുടെ റിയൂണിയൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും അവൾക്കന്ന് അവളുടെ അനിയത്തിയുടെ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് വരാൻ പറ്റില്ല എന്നും നമ്മൾ എടുക്കുന്ന വീഡിയോസും ഫോട്ടോസുമെല്ലാം അവൾക്ക് കൂടി ഒന്ന് സെൻഡ് ചെയ്യണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെന്നും ജോഷി ദീപുവിനോടായി പറഞ്ഞു. അവളുടെ നമ്പർ ഞാൻ നിനക്ക് സെൻഡ് ചെയ്യാമെന്നും നീ അവളെ ഉറപ്പായും വിളിക്കണമെന്നും ജോഷി ദീപുവിനെ അറിയിച്ചു. ദീപു എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നല്ല തിരക്കാണെന്നും ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാമെന്നും പറഞ്ഞ് ജോഷി ഫോൺ കട്ട് ചെയ്തു. എന്തായാലും ജോഷി അയച്ചു തന്ന ആനിയുടെ നമ്പറിൽ വിളിച്ച് എല്ലാ കൺഫ്യൂഷനുകളും മാറ്റണമെന്ന് ദീപു മനസ്സിലുറപ്പിച്ചു. അപ്പോഴേക്കും പുറകിൽ എന്തോ ശബ്ദം കേട്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഈ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.